ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റിഞ്ചാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഫ്രൈഡേ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് സ്പെഷ്യൽ റൈസ് തന്നെയാണ്. വീട്ടിലുള്ള സാധനം മാത്രം വെച്ചിട്ടാണ് ഈ റൈസ് ഉണ്ടാക്കിയത്. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. റിൻസമോൾ എൻ്റെ കൂടെ തന്നെയുണ്ട്. അവളെല്ലാം മനസ്സിലാക്കി വെക്കുന്നുണ്ട്. അത് റൈസാണ് വേവിച്ചെടുക്കുന്നത്. ദമ്മിടാനും പറ്റിയ ഒരു വലിയ പാത്രത്തിൽ തന്നെ നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. വെള്ളം ഊറ്റിയെടുക്കേണ്ടത് ആദ്യം തന്നെ റൈസാണ് ഉണ്ടാക്കുന്നത്. അത് കുതിർത്ത് വെക്കുകയൊന്നും വേണ്ട. 10 മിനിറ്റ് കുതിർത്ത് വെച്ചാൽ മതി. ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് അതിൽ സ്പൈസസ് ഇട്ട് ഉപ്പും ചേർത്ത് കുറച്ച് ഓയിലും ഒഴിച്ച് അതിലേക്ക് വാഷ് ചെയ്ത് വെച്ച് അരി ഇട്ട് കൊടുക്കുക. ഇതായി വരുന്നത് വരെയുള്ള സമയം അരി കുതിർത്ത് വെക്കേണ്ടു. ചോറ് 80% വെന്തു കഴിഞ്ഞാൽ ചോറ് ഊറ്റിയെടുക്കുക. അതിനുശേഷം ആ പാത്രം തന്നെ കഴുകിയെടുത്ത് സ്റ്റവ് ഓണാക്കി അടുപ്പത്ത് വെക്കുക. അതിനുശേഷം പാത്രം ഒന്ന് ചൂടായി വന്നാൽ കുറച്ച് ഓയിലാണ് ഒഴിക്കേണ്ടത്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചത്. ഓയിലൊന്ന് ചൂടായി വന്നാൽ വെളുത്തുള്ളി, വലിയ ജീരകം, ചെറിയ ജീരകം ഇടുക. ആദ്യമേ ചിക്കൻ വാഷ് ചെയ്ത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരുന്നു. കുരുമുളകും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ. കുരുമുളക് ചതച്ചത്, ഉപ്പും അത് നല്ലവണ്ണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അരി കുതിർക്കുമ്പോൾ തന്നെ അതും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിക്കൻ കഷ്ണം അതിലേക്ക് ഇടുക. നന്നായി മിക്സ് ചെയ്യുക. നല്ല മണം വരുന്നുണ്ട്. ആ പെരുംജീരകത്തിൻ്റെയും ജീരകത്തിൻ്റെയും വെളുത്തുള്ളിയെല്ലാം നല്ല മണം വരുന്നു. ചെറുതായി ഒന്ന് മൂത്ത് വന്നാൽ നാം അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് ഇടുക. വെജിറ്റബിൾസ് എന്തെല്ലാമാണെന്ന് വെച്ചാൽ ഒരു ക്യാരറ്റ്, 4-5 ഉള്ളിത്തണ്ട്, അതായത് സ്പ്രിംഗ് ഒണിയൻ, അത് അരിഞ്ഞിടുക. പിന്നെ അതിൽ ചേർത്തത് 5-6 പച്ചമുളക്, ഒരു ക്യാപ്സിക്കം ചേർത്തിരുന്നു. റെഡും ഗ്രീനൊന്നും ക്യാപ്സിക്കം എൻ്റെ അടുത്തില്ല. യെല്ലോ ക്യാപ്സിക്കമാണ് ഉണ്ടായിരുന്നത്, അതാണ് ചേർത്ത് കൊടുത്തത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ വീട്ടിലുള്ള സാധനം വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് എന്ന്. നിങ്ങളടുത്ത് വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ ബീൻസ്, സോയാബീൻ അതെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാൻ അതൊന്നും ചേർത്ത് കൊടുത്തില്ല. പൊടിയായി ചേർത്ത് കൊടുത്തത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാലയുമാണ്. വേറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അതെല്ലാം കൂടി മിക്സ് ചെയ്ത് നാം വേവിച്ചെടുത്ത ചോറുണ്ടല്ലോ അത് അതിൻ്റെ മേലെ വിതറിട്ടതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് ഗരം മസാലയും കുറച്ച് സ്പ്രിംഗ് ഒണിയനും വിതറിക്കൊടുക്കും. ഒരു 10 മിനിറ്റ് ദം ചെയ്താൽ മതി. എന്നിട്ട് അതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഈ റൈസ് നമുക്ക് രാവിലെ മക്കൾ സ്കൂൾ പോകുമ്പോൾ ലഞ്ച് ബോക്സിലും അതേപോലെ തന്നെ ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയ ഒരു റൈസാണിത്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അതും കുറച്ച് സാധനങ്ങളെ വേണ്ടു. അത് നല്ല ടേസ്റ്റായിരുന്നു. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം. ആകെ എല്ലാം കൊണ്ടും 3/4 മണിക്കൂർ കൊണ്ട് എല്ലാം റെഡിയായി. ഇനി ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.